മാറിക്കേ. ഏയ് ജോർജ്, എന്താ സ്റ്റുവർട്ട്? നമുക്കൊന്ന് മത്സരിച്ചാലോ? പിന്നെന്താ? ആ മാറിക്കോ. ആ ഹൈ മൗച്ച്. എന്റെ കാർ പേടിച്ചേനെ. നീ ജയിച്ചു. ഹേയ്, നമ്മൾ ഒരുപോലെ തന്നെയാണ് എത്തിയത്. നീ എന്തൊക്കെയായി വാങ്ങിച്ചിരിക്കുന്നത്? എല്ലാം മമ്മി പറഞ്ഞിട്ടാ. അരക്കള്ളനും മുക്കാൽ കള്ളനും എത്തിയല്ലോ. അരക്കള്ളൻ മുക്കാൽ കള്ളൻ എത്തിയല്ലോ. അല്ല മാർത്ത, നമുക്ക് ഒളിച്ചു കളിക്കാവോ? ഒളിച്ചുകളി. താങ്ക് യു സോ മച്ച്. ഓ, എനിക്ക് ഇറച്ചിയുടെ മണം വളരെ ഇഷ്ടമാണ്. ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ആഘോഷിക്കാമായിരുന്നു. അതും സ്വപ്നം കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനേ പറ്റൂന്നാ തോന്നുന്നത്. മമ്മി ദാ. താങ്ക് യു മോനെ. ഹായ് സ്നോബൽ, എന്തു പറ്റി? കാലൊടിഞ്ഞോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ സ്റ്റൈലുകളുടെ പശു ഇതൊന്നും അല്ലേ എന്ന്? അല്ല മമ്മി, ഇത് അത്താഴത്തിനുള്ളതാണോ? അല്ല മോനെ, ഇത് നിന്റെ സ്കൂളിലേക്കാ. നിന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് ക്ലബിലെ ഫംഗ്ഷന് പോവാൻ. എന്റെ ചക്കര്, എന്തൊരു സ്റ്റൈലാ നിന്നെ കാണാൻ. എന്താ വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും തരട്ടെ? ദാ കഴിച്ചു. എന്താ ഇത്? പൂച്ചയ്ക്കുള്ള ഭക്ഷണമാണോ ഇത്രയും സുന്ദരനായി എനിക്ക് കൊണ്ടുവന്ന് തന്നത്? എന്റെ പട്ടിക്ക് വേണം. ഹലോ മിസ്സിസ് മോസി. മിസ്റ്റർ ആൻഡ് മിസ്സസ് ലിറ്റിൽ, എനിക്ക് അതിശയമായിരിക്കുന്നു. അയൽപ്പക്കത്തു നിന്ന് എന്തെങ്കിലും മോഷണം പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ലല്ലോ? ഇല്ലല്ലോ മോസി. എന്താണ് അവിടെ ഉണ്ടായത്? ശരി, എന്നാൽ ഞാൻ പറയാം. ഇന്നലെ എന്റെ അടുക്കളയിൽ വെച്ചിരുന്ന ഇറച്ചി പാക്കറ്റുകൾ കാണാതെ പോയി. അതെയോ? ഞാൻ വീട് മുഴുവൻ നോക്കി. സ്റ്റോർ റൂമിലും മേശയ്ക്കടിയിലും എല്ലാ സ്ഥലത്തും. മിസ്റ്റർ സ്മിത്തിന്റെ വീട്ടിലും ഇതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇറച്ചി പാക്കറ്റുകൾ കാണാനില്ല. വളരെ വ്യത്യസ്തമായിരിക്കുന്നു. ഞാൻ എങ്ങനെയാണ് ഇനി ഭക്ഷണം ഉണ്ടാക്കുക ഇറച്ചിയില്ലാതെ? നീ അത് കേട്ടില്ല ജോർജെ? അതെ അതെ, ഞാൻ കേട്ടു. ശ്രദ്ധിച്ചോണം കേട്ടോ. അറിയിച്ചതിന് നന്ദി. എങ്ങനെയാ ഒരു മീറ്റ് പാക്കറ്റ് നഷ്ടപ്പെടുക ഫെഡറിക്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മിക്കവാറും ഏതോ മാംസക്കൊതിയന്റെ പണിയാ. ഇല്ല മോനെ, കാണാതെ നമ്മൾ ഒന്നും പറയരുത്. പപ്പ 2 മീറ്റ് പാക്കറ്റ് ആണ് കാണാതിരിക്കുന്നത്. കേട്ടോ ഫെഡറിക്, ഞാൻ ഇപ്പൊ അടുക്കളയിൽ മീറ്റ് പാക്കറ്റ് എടുത്ത് വെച്ചതേ ഉള്ളൂ. അടുക്കളയിലെടുത്ത് വെച്ചിരിക്കുകയാണോ? എന്റെ വയറ് കത്തുന്നു. ഇതാണ് നല്ല സമയം, അകത്താക്കിയിട്ട് തന്നെ. ഏയ് സ്നോബൽ, എനിക്കിവിടെ നല്ല മണം വരുന്നുണ്ട്. നിനക്ക് മണക്കുന്നില്ലേ? അതേ, മണക്കം ഇറച്ചിയാണ്. എങ്ങനെ കിട്ടി? ഇന്നലെ ഉണ്ടാക്കിയ ആഹാരം ചൂടാക്കുന്നതാണ് ഇഷ്ടം. അത് കൊള്ളാം. നിനക്ക് ഇന്നത്തേക്കായല്ലോ. ചുമ്മാ കളിയാക്കാതെ പോകുന്നുണ്ട്. എനിക്ക് വിശക്കുന്നു. ഓ, നീ പോയിട്ട് പിന്നെ വാ, ഞാൻ ചെന്നതൊന്ന് കഴിക്കട്ടെ. എനിക്കാ എലിയെ കിട്ടൂ. ഞാനൊരു 100 പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റുവേർട്ടിന് നിനക്ക് കിട്ടില്ല എന്ന്. ഓ, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അയ്യോ, ആഹാ, ഇതാണ് പറ്റിയ സമയം. ആരും ഇപ്പോഴിവിടെ ഇല്ല. സ്നോബൽ, നിനക്കറിയില്ലേ ഇത് നല്ല സ്വഭാവം അല്ലെന്ന്? ഇവിടെ ഇരുന്നോ. ഇന്നത്തെ ദിവസം പട്ടിണി തന്നെ. ഫെഡറിക്, എന്നാൽ ഇത് ആരായിരിക്കും മോഷ്ടിക്കുന്നത്? നിശ്ചയമില്ല. പക്ഷേ മീറ്റ് പാക്കറ്റുകൾ മോഷ്ടിക്കുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതൊരു വൃത്തികെട്ട സ്വഭാവം തന്നെയാണ്. വിഷമിക്കുന്ന മമ്മി, ആ കള്ളനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അവനെ എന്റെ കൈ കിട്ടിയാൽ ഞാനുണ്ടല്ലോ ഇതുപോലെ. മമ്മി, ഇങ്ങനെയൊന്നും അല്ല കള്ളനെ പിടിക്കുന്നത്. കള്ളനെ പിടിക്കാൻ വേറെ ഒട്ടേറെ വഴികളുണ്ട്. അത് ഞാൻ കാണിക്കാം. ചമ്മിപ്പോയി. ഞാൻ കണ്ടുപിടിക്കാം. എനിക്ക് തോന്നുന്നില്ല. നീ ഇനി ഒട്ടും സമയം കളയണ്ട. ഇതൊരു നല്ല ഐഡിയ ആണ്. വരൂ ജോർജ്. ദാ വരുന്നു. എനിക്ക് ഉറപ്പാ അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെ സഹായിക്കും. കള്ളനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. നീ കണ്ടോ അവരെന്താ ചെയ്യാൻ പോകുന്നെന്ന്? നിങ്ങൾ അവരുടെ സൈഡേ പറയൂന്നറിയാം.
എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം എന്നോട് വന്ന് പറയരുത്. ഒരു പ്രശ്നമില്ല, നമ്മൾ ഇത് കണ്ടുപിടിച്ചിരിക്കും. ആ, നീ മമ്മിയുടെ അടുത്തും ഡാഡിയുടെ അടുത്തും പറയണ്ടായിരുന്നു, ഇതൊരു മെനക്കെട്ട് പണിയാ. അതിനിപ്പോ എന്താ? നമ്മൾ കുട്ടികളല്ലേ, നമ്മളിങ്ങനെ വലിയ വലിയ ജോലികളൊക്കെ ചെയ്യാവോ? അതിലൊരു കുഴപ്പമില്ല. ഒരു നായം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായനെ. ആ, പപ്പ എവിടെ? അമ്മേ, സ്റ്റുവർട്ട്, കുഴപ്പമൊന്നുമില്ല. മക്കളെ എന്താണ് ഇവിടെ നടക്കുന്നത്? മമ്മി, പപ്പ, ഇതാണ് ബൗച്ച്. നമ്മുടെ നായയാ. അതെന്താ മക്കളെ, നിങ്ങൾ വീട്ടിലെ ആരെയും അറിയിക്കാതെ നായയെ വാങ്ങിയത്? ഇത് സ്റ്റുവർട്ടിന്റെ ഐഡിയ ആയിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ബ്രോണിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാ അല്ലേ ബൗച്ച്? എനിക്ക് തരാതെ അവരിത് എങ്ങനെ കഴിക്കുന്നെന്ന് എനിക്കറിയണം. എനിക്കെന്റെ വിശപ്പ് അടക്കിയേ പറ്റൂ. അതിന് ഇത് തന്നെ സമയം. അയ്യോ, ബൗച്ച്, വേണ്ട. സ്നോബെൽ, എടാ നിൽക്ക്, ഓടണ്ട. ജോർജ് പറയുന്നത് കേക്ക്. നിന്നെ കൊണ്ട് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നീ നിന്റെ പാട് നോക്കിപ്പോ. മിണ്ടിപ്പോരുത്. നീ എന്റെ യഥാർത്ഥ സുഹൃത്താണെങ്കിൽ. അവസാനമായി പറയുകയാണ്, നീ എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. നീ ഇവിടെ ആയിരുന്നോ? വരൂ ബൗച്ച്. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ സ്നോബൽ? ഒരു കുഴപ്പവുമില്ല. നീയാണ് ഈ നായയെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതല്ലേ? അത് നമ്മുടെ ബൗച്ച ഇവിടെ മീറ്റ് പാക്കറ്റ് മോട്ടിക്കുന്ന കള്ളനെ പിടിക്കാൻ കൊണ്ടുവന്നതാ. കള്ളനോ? ഈ വീട്ടിലോ? അടുത്ത വീടുകളിൽ നിന്ന് ഇറച്ചി പാക്കറ്റുകൾ മോഷണം പോകുന്നത് പതിവായിട്ടുണ്ട്. സത്യമാണോ? അങ്ങനെ ആരുടെയെങ്കിലും കിച്ചണിൽ കയറി മോഷ്ടിക്കുന്നത് സുഖമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. കേട്ടോ ബൗച്ച്, നീ ഇനി വീടിനകത്ത് നിന്നാ മതി, മനസ്സിലായല്ലോ? ഇനി ഏതെങ്കിലും കള്ളൻ വീടിനകത്തേക്ക് കയറുന്നത് നീ കണ്ടാൽ തനി സ്വഭാവം കാണിച്ചേക്കണം. ജോർജ്, ബൗച്ച് കള്ളനെ പിടിക്കുന്ന നായയാണെന്ന് ബ്രൗൺ നിന്നോട് പറഞ്ഞായിരുന്നോ? ഇല്ല, നമുക്കിനെ പഠിപ്പിച്ചെടുക്കാം. ഇവിടെന്തോ കാര്യമായിട്ട് മണക്കുന്നുണ്ടല്ലോ. ഇരിക്കേ, എണീക്ക്. ആ, വെരി ഗുഡ്. ഇനി ജോർജ് കാണിച്ചു തരും. അത് ശരി, ഈ കളി കൊള്ളാമല്ലോ. ബൗച്ച്, ഇനി ഇതുപോലെ നീ ചെയ്തു നോക്ക്. നീ ഈ പാചകം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? എനിക്ക് തോന്നുന്നു ബൗച്ചിനാണെന്ന്. ആ, അപ്പൊ പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിവുണ്ട്. പിന്നെ ഒരു കാര്യം, നീ ഇന്ന് അതീവ സുന്ദരിയായിരിക്കുന്നു ഈ മെക്സിക്കൻ വേഷത്തിൽ. വല്ലപ്പോഴൊക്കെ വേഷമൊന്ന് മാറ്റണ്ടേ, അല്ലാതെന്താ? ഹ, ഈ ജോലി എന്തായാലും തീർന്നു. ഇനി ഗ്രേവി ഉണ്ടാക്കിയാ മതി. കള്ളന്മാര് വരുമ്പോ ബൗച്ചിന് എന്ത് ചെയ്യണമെന്ന് അറിയാലോ അല്ലേ? ദാ ഇങ്ങനെ. നോക്കൂ ബൗച്ച്, കാതുകൾ എപ്പോഴും കൂർപ്പിച്ചിരിക്കണം. ഇവന്റെ ഈ നക്കലാണ് സഹിക്കാൻ വയ്യാത്തത്. കള്ളം വരുമ്പോ എന്ത് ചെയ്യണം? ബൗ ബൗ. ഐ, ഐ, ഐ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ഒക്കെ? അത്ര നല്ലതല്ല. ഞങ്ങൾ പറയുന്നൊന്നും അല്ല അവൻ ചെയ്യുന്നത്. ഓരോന്നും അവന് തോന്നിയതുപോലെയാ. അവനെ ടേബിളിനടിയിൽ കിടക്കാനും ഞങ്ങൾ പഠിപ്പിച്ചു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ വഴി ആലോചിക്കേണ്ടി വരും. ഒരുപക്ഷെ ഇവ ശരിയായില്ലെങ്കിൽ നമുക്ക് കള്ളനെ പിടിക്കാൻ മറ്റൊരു വഴി തേടേണ്ടി വരും. ഓക്കെ, ഒന്ന് പോയാൽ മറ്റൊന്ന്. ജോർജെ, നീ വാ. ആ, നിങ്ങൾ ചെല്ല്, ഞാൻ ഇവനെ നോക്കിക്കൊള്ളാം. ജോർജെ, നമുക്കൊരു കെണി ഒരുക്കി ഒരു മീറ്റ് പാക്കറ്റും അതിനുള്ളിൽ വെച്ച് നമുക്ക് കാത്തിരിക്കാം. ഉറപ്പായിട്ടും അവൻ വരും. അവനെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് എങ്ങനെ സാധിക്കും എന്നാണ് സ്റ്റുവർട്ട്? ഒന്ന് പറഞ്ഞു തരാവോ? അതിന് നമുക്കൊരു വലയോ കൂടോ വേണ്ടി വരും. ആ, ദാ ഇതുപോലെ. ശരി, നീ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇത്
ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ജോർജ്? ഹാ ഇതിങ്ങനെ പിടിച്ചിട്ട് ഓ ഇത് പിന്നെ ഇത് എല്ലാം കിട്ടി. ഇതിൽ തൊട്ടുപോകരുതാരും, ഇത് എനിക്കുള്ളതാ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് തരുമോ? എന്റെ മാർത്തമൊക്കെ വിശക്കുന്നുണ്ടോടാ? എനിക്ക് തരുന്ന ലക്ഷണമില്ല. എന്നാ ഇപ്പൊ വേണ്ട, പിന്നെ എടുത്ത് കഴിച്ചോളാം. റെഡി? 1 2 3. കലക്കി. യെസ്. ഓ ഇതൊരു നല്ല ഐഡിയ തന്നെ. ഏതൊരു കള്ളം വന്ന് ഇതിൽ തൊട്ടാലും വീഴും. അതാണ് സ്പ്രിംഗ് ആക്ഷൻ. എന്താ അവിടെ ചെയ്യുന്നത് സ്റ്റൂബർട്ട്? ഒരു കള്ളനെ പിടിക്കാനുള്ള കെണി ഉണ്ടാക്കുക. ഏത് കള്ളനെ പിടിക്കാനാ നീ കെണി ഉണ്ടാക്കുന്നത്? കറുത്ത കണ്ണുകളും വെള്ള നിറവും വരകളും ഉള്ള പൂച്ചയാണോ നീ തിരയുന്നത്? എന്തായാലും എനിക്ക് പേടിയില്ല. ഞാനേ മോഷണം ഒരു ശീലമാക്കിയിട്ടില്ല. എന്റെ പേരാണ് സ്റ്റബ്ബി. നീ സംശയിക്കുന്നത് എന്നെയാണോ? ഏയ് അല്ല, ഇത് വേറൊരു കള്ളനെ പിടിക്കാനാ. എന്റെ വാല് കണ്ട് അറിഞ്ഞൂടെ ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നതാണെന്ന്? ഓ, നിന്റെ പാചകമൊക്കെ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞായിരുന്നോ? അതെ, എനിക്കിനി ഗ്രേവി കൂടി ഉണ്ടാക്കിയാൽ മതി. തിരികെ വരുമ്പോ അതിനുള്ള മാവ് കൂടി വാങ്ങിയിട്ട് വരാം. ഫെഡറി ഇവിടെ ഉണ്ടാവുമല്ലോ. നല്ല അവസരം. ഹലോ ചങ്ങാതിമാരെ. ക്ഷമിക്കണം കേട്ടോ, നിന്നെ ആരും കാണാതെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാനുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിക്കട്ടെ. ഇവിടെ വെച്ച് കഴിച്ചാൽ ശരിയാവില്ല. ആരെങ്കിലും ഇവിടെ എത്തിപ്പെട്ടാലോ? ജോർജ്, സ്റ്റുവാർട്ട്, എന്താ പപ്പാ? എന്താ പാപ്പാ? നിങ്ങളുടെ മമ്മി കടയിൽ പോയിരിക്കുക. ഞാൻ ബൗച്ചിനെയും കൊണ്ടുപോയി ഒന്ന് നടന്നിട്ട് വരാം. മാർത്തയും വന്നോട്ടെ. ഞാൻ പാർക്കിൽ തന്നെ കാണും കേട്ടോ. വിഷമിക്കണ്ട പപ്പാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. കൊള്ളാം. ഇതുള്ളപ്പോ നമുക്ക് പേടിക്കേ വേണ്ട. ഇതും ഇപ്പൊ നോക്കിക്കോ നമ്മൾ എന്തൊക്കെയാ ഇവിടെ ചെയ്യാൻ പോകുന്നെന്ന്. സ്റ്റുവാർട്ട്, അയ്യോ, ഇത് കള്ളം തന്നെയാ. നമ്മൾ എന്ത് ചെയ്യും? എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. റെഡി? റെഡി. നിക്കടാ കള്ള അവിടെ. അല്ലെങ്കിൽ നീ അനുഭവിക്കും കള്ള. വീണു വീണു, അവൻ വലയിൽ വീണു. നമ്മൾ കള്ളനെ പിടിച്ചു കഴിഞ്ഞു. പോയി. അവര് ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ.
കൊള്ളാം, ഇത് പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. സ്നോബൽ, നീ എവിടെയാണ്? സ്നോബി, ദൈവമേ, ഇത് ഇറച്ചിയല്ലേ? ഒന്നും തോന്നരുതേ, ഞാൻ എന്റെ ആഹാരമെടുത്ത് പെട്ടെന്നിങ്ങി വരാം. അയ്യോ, ഞാൻ കഷ്ടപ്പെട്ട് കട്ടെടുത്ത് ഇറച്ചി ആരടിച്ചോണ്ട് പോയി? അപ്പൊ ഈ വീട്ടിൽ തന്നെ കള്ളനുണ്ട്. ഹലോ, നോക്കൂ, ഞാൻ ഗ്ലാസ് തുളയ്ക്കാനായിട്ട് കയറിയതാ. ദാ കണ്ടോ, അല്ലാതെ ഞാൻ മോഷ്ടിക്കാനായിട്ട് ഇവിടെ വന്നതൊന്നുമല്ല. നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ? നമുക്ക് പപ്പയോട് പോയി പറയാം. സ്നോബി, ഇവിടെ ആരെയും കാണാനില്ലല്ലോ. അയ്യോ! അതെന്താ ഇവിടെ ഒരു ശബ്ദം? വാ നോക്കാം. എന്ത്? ഓ, അപ്പൊ കള്ളനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ നേരത്തെ പിടിച്ചത് ശരിക്കുള്ള കള്ളനല്ലേ? യഥാർത്ഥ കള്ളൻ ദാ വരുന്നു. അത് ശരി. നീയായിരുന്നോ? സ്നോബൽ, നീ പേടിച്ചു പോയോ? പേടിച്ചു വന്നോ? എന്റെ സകല നാടികളും തടന്നു പോയില്ലേ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മിസ്സിസ് മോസിയുടെ വീട്ടിലെ ഇറച്ചിയേക്കാളും നല്ല സ്വാദുള്ളതാ ഇവിടത്തെ ഇറച്ചി. നീയാണിത് മോഷ്ടിക്കുന്ന കള്ളനല്ലേ? കള്ളനോ? എവിടെയാ കള്ളൻ? നീ തന്നെ ശരിക്കുള്ള കള്ളൻ. ഞാനോ? ഒരിക്കലുമില്ല. ഞാൻ ഇത് ഇരുന്നിടത്ത് വെച്ചേക്കാം. സ്നോബൽ, നീ കണ്ടില്ലേ? മീറ്റ് പാക്കറ്റ് മോഷ്ടിക്കുന്നത് ഇവൻ തന്നെയാണ്. നീ തന്നെ അവനോട് ചോദിക്ക്. ആഹാ, ഇവനായിരുന്നു അല്ലേ? നീയായിരുന്നു അല്ലേ അടുത്ത വീട്ടുകാരുടെ അടുക്കളയിൽ കയറി മോഷണം നടത്തിയത്? നീ എന്റെ പേര് പറയല്ലേ കേട്ടോ. ആ, ഞങ്ങൾ ഇപ്പം താമസിച്ചു പോയി. ഉമ്മ. സ്റ്റുവർട്ട്, ജോർജ്, ഞങ്ങൾ ഇവിടെ ഉണ്ട് മമ്മി. ഞങ്ങൾ കള്ളനെ പിടിച്ചു. അയ്യോ, അത് സ്നോബലിന്റെ ഫ്രണ്ടാണ്. ഗ്ലാസ് തുടയ്ക്കാൻ വന്ന ആൾക്ക് ഞാൻ മീറ്റ് പാക്കറ്റ് കൊടുത്തു വിട്ടു. എന്തായാലും നീ അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. എന്താ, നിനക്ക് വിശക്കുന്നുണ്ടോ സ്നോബൽ? ആ, ഇങ്ങനെ എന്നെ വെറുതെ പറ്റിക്കണ്ട. ഞാൻ വെച്ചെന്ന് തന്നെ കിടന്നോളാം. ഇറച്ചി കഷ്ണമോ? എനിക്കോ? ഓഹോ, നീ എന്റെ ചക്കരയല്ലേ. എനിക്ക് നിങ്ങളെക്കുറിച്ച് വലിയ മതിപ്പായി. നിങ്ങളിന്ന് ചെയ്തത് നിസ്സാര കാര്യമൊന്നും അല്ല കേട്ടോ. അതെ പപ്പ, ഇനിയും ഇമാതിരിയുള്ള ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നെ സമ്മതിക്കണം. ഇന്ന് എനിക്കും ജോർജിനും സന്തോഷമുള്ള ദിവസമാണ്. ഞങ്ങൾ മീറ്റ് പാക്കറ്റ് മോട്ടിക്കുന്ന കള്ളനെ കൈയോടെ പിടിച്ചു. പക്ഷേ ഒരു പാവം വിൻഡോ വാഷറെ ഞങ്ങൾ കള്ളനാണെന്ന് സംശയിച്ചു. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? വലിയ കാര്യങ്ങൾക്ക് പരിശ്രമിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളെ ഭയക്കണ്ട.